തുടർച്ചയായി സമൻസ് അവഗണിച്ചെന്ന് കൊല്ലത്തെ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനെതിരെ കോടതിയിൽ ഇഡി 10 തവണ സമൻസ് അയച്ചിട്ടും ഹാജരായില്ല. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി ഫയൽ ചെയ്തിരിക്കുകയാണ് ഇഡി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, അനീഷ് ബാബുവിന്റെ പേര് നേരത്തെയും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരെ അനീഷ് ബാബുവാണ് കൈക്കൂലി ആരോപണം ഉന്നയിക്കുന്നത്. പിന്നീട് വേട്ടയാടുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ അനീഷ് ബാബു ഉയർത്തുന്നത് കണ്ടിരുന്നു. എന്താണ് ഇഡിയുടെ ഇപ്പോഴത്തെ പരാതി? വിശദാംശങ്ങൾ വിഷ്ണു സുരേഷ്. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമാണ് അനീഷ് ബാബുവിന് ഇഡി നോട്ടീസ് അയച്ചത്. 10 തവണ സമൻസ് അയച്ചു. പക്ഷേ ആ 10 തവണ സമൻസ് അയച്ചിട്ടും അത് പാടെ അവഗണിക്കുന്ന നിലപാടാണ് അനീഷ് ബാബുവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ പശ്ചാത്തലത്തിലാണ് ഇത് ചൂണ്ടിക്കാണിച്ച് അനീഷ് ബാബുവിനെതിരെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇഡി ഹർജി ഫയൽ ചെയ്തത്. ഈ ഹർജിയിൽ ഇപ്പോൾ കോടതി അനീഷ് ബാബുവിനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മാതാവിനും നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കുറേയേറെ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇഡി മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ ഈ സ്വത്തുക്കളടക്കം അനീഷ് ബാബുവിന്റെ സ്വത്തുക്കളടക്കം ഫ്രീസ് ചെയ്യുന്ന കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് ഇഡി പോവുകയും ചെയ്തിരുന്നു. അനീഷ് ആകട്ടെ കോടതിയിലാണ് നിലവിലുള്ള കോടതിയിൽ ഇഡിക്കെതിരെയുള്ള ഫൈറ്റ് കോടതിയിൽ തുടരുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ സമൻസുകൾക്ക് മറുപടി നൽകാത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇക്കാര്യം ഔദ്യോഗികമായി ഇഡി അറിയിക്കാൻ അനീഷ് തയ്യാറായിട്ടില്ല എന്നും ഇഡി നൽകിയിട്ടുള്ള ഈ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.